ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത്. ഇന്നലെ പുലർച്ചെ ആലോചിച്ച് നോക്ക്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ സീസണിലെ വിന്നറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ സീസൺ ബിഗ് ബോസ് സീസൺ 7 കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട് സീസൺ? ഇപ്പോൾ കേൾക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഷാനവാസ് അതോടൊപ്പം തന്നെ അനുമോളൊക്കെ വളരെയധികം കത്തിക്കേറുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരുന്ന അപ്പാനി ശരത്ത് ഒതുങ്ങി എന്നുള്ള കാര്യം കേൾക്കുന്നു. അങ്ങനെ കുറേയധികം ആൾക്കാർ രണ്ടഭിപ്രായമുണ്ട് ഈ സീസണെക്കുറിച്ച്. അധികം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്, എന്നാലും നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായിരുന്നാലും അടിപൊളിയായിട്ട് തന്നെ ബിഗ് ബോസ് നടക്കട്ടെ. ബിഗ് ബോസ് ആരാധകരായിട്ടുള്ള നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കമൻറ്റ് ഇടുക. കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് സീസൺ 6ൻ്റെ വിന്നർ എന്ന് വെച്ചാൽ ജിൻഡോയാണ്. ജിൻഡോ ബോഡി ക്രാഫ്റ്റ്. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത ഏതാണ്ട് 1 അവറിന് മുമ്പ് വന്നിരിക്കുന്നൊരു വാർത്തയാണ്. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഇത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ചിരിയും വരും. ഇത് എന്താ ഇങ്ങനെ കാണിച്ചെന്നുള്ളത് തോന്നലും വരും. എന്താണെന്നുള്ളതല്ലേ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ എന്താ പറയുക. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ്. വിലപ്പെട്ട രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി. ജിൻഡോ ജിമ്മിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ്. ഇങ്ങോട്ട് നോക്കിയേ, ജിമ്മിനകത്ത് പുള്ളിക്കാരൻ അതിക്രമിച്ച് കിടക്കുന്നൊരു വീഡിയോ ആണ് കാണുന്നത്. അത് CCTV ഫുട്ടേജാണ്. ഇത് പുറത്തുവിടുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നാണ്. ഏഷ്യാനെറ്റിൻ്റെ അകത്ത് നിന്ന് സംപ്രേഷണം ചെയ്തിട്ടുള്ള ബിഗ് ബോസിൽ നിന്നാണ് വിന്നറായിട്ട് ഈ ജിൻഡോ പുറത്തിറങ്ങുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ചില കോൺട്രവേഴ്സി ഉണ്ടായ സമയത്തും വളരെയധികം നമ്മൾ ബി കണ്ടസ്റ്റൻസ് പുറത്തിറങ്ങിയ ശേഷം പിന്നെ അവരെക്കുറിച്ച് ചെയ്യേണ്ടെന്നുള്ള തീരുമാനത്തുകൊണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത്. എന്നിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ചില അവരുടെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. അപ്പോഴും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ജിൻഡോയെക്കുറിച്ച് അറിഞ്ഞത്. നമ്മളാരും ബിഗ് ബോസിൽ കണ്ട ജിൻഡോ ഒന്നും അല്ല ജിൻഡോ ഈ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങളെന്നുള്ള കാര്യം പലതും കൊണ്ട് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ചിലത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ സെക്കൻഡറി ചാനലിനകത്തുള്ള വീഡിയോസിനകത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് പറയാതിരിക്കാനൊന്നും നിവർത്തിയില്ല. ഇത് എന്തോ ഈ കാണിച്ചേക്കുന്നത്? ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായിട്ടുള്ളൊരു വ്യക്തി ഈ കാണിച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരൻ്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഇതിൽ കാണുന്നത് ജിൻഡോ ഒരു രാത്രി വാതിൽ തുറന്ന് കയറുന്നതാണ്. ചില രേഖകളും 10,000 രൂപയും ജിൻഡോ കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളായി അവിടുത്തെ എന്തോ പ്രധാനപ്പെട്ട രേഖകളും 10,000 രൂപയും 10,000 രൂപ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ എന്തായിരുന്നാലും ആ ഒരു ഇതിനകത്ത് കയറുമോ എനിക്കറിയത്തില്ല കേട്ടോ. അവനെ അറിഞ്ഞോളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഈ രേഖകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പം എന്തായാലും ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ. അതിനകത്ത് അതിക്രമിച്ച് കടക്കണമെങ്കിൽ, അതിനകത്ത് തുറന്ന് അതിനകത്ത് കയറണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പർപ്പസ് ഉണ്ടാവും. അതിനകത്ത് എന്തോ ഒരു ഉദ്ദേശത്തിലാണ് ഈ പുള്ളിക്കാരൻ വന്നതെന്നും ആ ഉദ്ദേശം നടത്തിയിട്ട് തന്നെ ആയിരിക്കും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവുക. വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിംനേഷ്യം, അത് ജിൻഡോയുടെ തന്നെ ജിംനേഷ്യമാണ്. 1 വർഷം മുൻപാണ് ജിൻഡോ ഇത് ലീസിന് നൽകുന്നത്. ഇത് ലീസിന് നൽകിയതിനു ശേഷം ഈ ജിം ഉടമയുമായി ജിൻഡോയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി നൽകിയിരുന്നു. ജിൻഡോ ഇവരെ ഓക്കെ ഇപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു വ്യക്തത വരുന്നത്. അതായത് ഈ പുള്ളിക്കാരൻ്റെ തന്നെയാണ്, അതായത് ജിൻഡോയുടെ ജിമ്മ് തന്നെയാണ്. പക്ഷേ ജിൻഡോ അത് ലീസിന് കൊടുത്തു. ലീസ് കൊടുത്തെന്ന് വെച്ചാൽ ലീസിന് കൊടുത്തു, എഗ്രിമെൻ്റ് ലെവലിൽ ലീസിന് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ലീസിന് കൊടുത്ത വ്യക്തിക്ക് അത് ഉപയോഗിക്കാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഉടമസ്ഥാവകാശം ജിൻഡോയിൽ തന്നെ ആയിരിക്കും. എങ്കിലും ഉപയോഗിക്കുന്നതും മറ്റുള്ള അതിനകത്തുള്ള വരുമാനം എടുക്കുന്നതൊക്കെ ഉള്ള കാര്യം ജിൻഡോയ്ക്കല്ല, എടുത്ത വ്യക്തിക്ക് തന്നെ ആയിരിക്കും. അതിന് ഒരു തുക എന്തായാലും ജിൻഡോയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ലീസിന് കൊടുത്ത സാധനമാണ്. അതായത് ജിൻഡോയുടെ ജിമ്മ് മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കുകയും ആ സ്ത്രീയാണ് ഇദ്ദേഹത്തിനെതിരെ പീഡന പരാതി കൊടുത്തു എന്നുള്ള കാര്യമാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് മറ്റൊരു തരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ എനിക്കിപ്പോൾ പറ്റും. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു സംഭവം മറ്റൊരാളുടെ ജിമ്മിനകത്ത് ഈ പുള്ളിക്കാരൻ മോഷണത്തിന് വേണ്ടി ശ്രമിച്ചെന്നുള്ളതാണ്. ഇയാളുടെ ജിമ്മിനകത്താണ്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കുന്നതാണ്, ഇതിനകത്തുള്ള CCTVയെ കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളായിരിക്കും. അതിനകത്തുള്ള ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്നത് ഇവരായിരിക്കത്തില്ലല്ലോ. ഇയാൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള CCTV തന്നെ ആയിരിക്കില്ല അതിനകത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് അറിഞ്ഞു വെച്ചിട്ട് പുള്ളിക്കാരൻ എങ്ങനെ ചെയ്ത് അതൊന്ന് മണ്ടത്തരം കാണിക്കുന്നോ അതോ ഇത് അതിബുദ്ധി കാണിക്കുന്നതാണോ? ഇത് കണ്ടിട്ട് ചിരിക്കാതെ നിവൃത്തിയില്ല. ദ്രോഹിക്കുന്നതൊക്കെയുള്ള തരത്തിലൊരു പീഡന പരാതി നൽകിയിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസമാണ് ജിൻഡോയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്. ഇന്നലെ പുലർച്ചെയാണ് ജിൻഡോ ഈ ജിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയിട്ട് ഈ ജിമ്മിൽ കയറുന്നത്. ഇന്നലെ പുലർച്ചെ ആലോചിച്ച് നോക്ക്. ഇന്നലെ പുള്ളിക്ക് മുൻകൂർ ജാമ്യം, അതായത് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം അന്ന് രാത്രി അടുത്ത ദിവസമോ പുള്ളിക്കാരൻ ആ ജിമ്മിൻ്റെ അകത്ത് കടന്നു കയറി
ഈ എന്താണ് അത് തുറന്ന് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ പുള്ളി എൻ്റെ ഓണർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റെ അകത്തുള്ള താക്കോല് കാണാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു, അല്ലാതെ എങ്ങനെ പൊട്ടിച്ചു തുറക്കും. പുറത്തുള്ളത് ഇതാണ് ഷട്ടറാണ്, ഷട്ടർ പാതി പൊങ്ങി നിൽക്കുന്നുണ്ട്. മേ ബി ഷട്ടർ പുറത്ത് നിന്ന് തല്ലിപ്പൊളിച്ചിട്ടുണ്ടാവാം, അതർവൈസ് അതിൻ്റെ താക്കോല് പുള്ളിക്കാരനുണ്ടാവാം. അതിൻ്റെ അകത്തുള്ള മറ്റേ ഗ്ലാസ് ഡോറിനകത്തുള്ള താക്കോൽ എന്തായാലും മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഈ പുള്ളിക്കാരൻ്റെയും അതിൻ്റെ കീ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിനകത്ത് കയറിയിട്ടുണ്ടാവുക. പക്ഷെ എന്തിന് സ്റ്റാമ്പിങ്ങിൽ കാണാം 18-ാം തീയതി പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ജിമ്മിൽ കയറുന്നത്. ജിമ്മിൽ കയറിയ ശേഷം ജിൻഡോ അവിടെ നിന്ന് ചില വിലപിടിച്ച രേഖകളും ജിമ്മുമായി ബന്ധപ്പെട്ട ജിം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകളും 10,000-ത്തിലധികം രൂപയും മോഷ്ടിച്ചു എന്നുള്ളതാണ് പരാതി. പാലാരിവട്ടം പോലീസിലാണ് ജിം നടത്തിപ്പുകാരി ഈ പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് കയറിയ ജിൻഡോ അവിടെയുള്ള CCTV ക്യാമറ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട്. ജിമ്മിനകത്ത് CCTV ക്യാമറ പിന്നെ നശിപ്പിച്ചു. ആദ്യം CCTVയുടെ അകത്ത് കൂടെ അദ്ദേഹം നടന്നു പോകുന്ന എല്ലാം റെക്കോർഡ് ആവുമെന്നുള്ള കാര്യം മനസ്സിലായിട്ട് അവസാനം പോകുന്ന സമയത്ത് CCTV കൂടെ നശിപ്പിച്ചിട്ട് പോയി. എന്തുവാണ് ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ DVR അല്ലേ നശിപ്പിക്കുക? ആ CCTVയിൽ ആ ഒരു സ്റ്റോറേജ് ആ സംഭവമല്ലേ നശിപ്പിക്കുക? ചിലപ്പോൾ ക്ലൗഡായിരിക്കും, മേ ബി അങ്ങനെ ആവാം. എന്താണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. നേരത്തെയും ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ജിം നടത്തിപ്പുകാരി ജിൻഡോയ്ക്കെതിരെ ഒരു പീഡന പരാതി ഉന്നയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ആ പരാതിയിലും ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ജിൻഡോയ്ക്ക് കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ജിൻഡോ ഈ ജിമ്മിൽ അതിക്രമിച്ച് കയറുകയും ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് അതിക്രമിച്ച് കയറുകയും അവിടെ നിന്ന് 10,000 രൂപ മോഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളൊരു 10,000 രൂപ മോഷ്ടിച്ചു, വിലപിടിപ്പുള്ള ഇതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള എന്തൊരു മണ്ടനാണെന്ന് നോക്ക്. എന്താണ് ഈ പുള്ളി ഇത് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ്റെ മേൽ ഇപ്പോൾ കുറേ അധികം അലിഗേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഞാൻ നോക്കിയ സമയത്ത് പുള്ളി എന്തോ ഒരു എക്സ്പ്ലനേഷൻ പോലത്തെ ഒരു സാധനം ഒരു പോസ്റ്റ് പുള്ളിയുടെ വാളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താ സംഭവം എന്നുള്ള കാര്യം അപ്പോൾ കുറേ അധികം ആൾക്കാർ പറയുന്നതിനകത്ത് കുറേയൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം എന്താ ഇപ്പം നോക്കുമ്പോഴേക്കും ഈ ഒരു സാധനം ഇന്ന് രാവിലെ അവിചാരിതമായിട്ട് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴേക്കും ഈ പുള്ളിക്കാരൻ്റെ വാർത്ത ഏഷ്യാനെറ്റിൻ്റെ അകത്ത് കാണുന്നു. പരാതി ഉയരുന്നത് ഇത് ലീസിന് നൽകിയിരിക്കുന്ന 1 വർഷത്തേക്ക് ലീസിന് നൽകിയിരിക്കുന്ന ജിമ്മാണ്. വെണ്ണലയിലുള്ള ബോഡി ക്രാഫ്റ്റ് ബോഡി ബിൽഡേഴ്സ് എന്ന ജിമ്മ് ജിൻഡോ നേരത്തെ തന്നെ ലീസിന് നൽകിയതാണ്. ആ ജിമ്മിലാണ് ജിൻഡോ അതിക്രമിച്ച് കയറി എന്നുള്ളവർക്കുള്ള ഒരു പരാതി വരുന്നത്. അങ്ങനെ പാലാരിവട്ടം പോലീസാണ് ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് കാണിച്ചേക്കുന്ന വളരെ വളരെ മോശമായിട്ടുള്ള കാര്യം, ഒരാൾ മറ്റൊരാൾക്ക് ഉപയോഗിക്കാനും അവർക്ക് വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർക്കായിട്ട് കൊടുത്ത് എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൻ്റെ അകത്ത് കടന്നു കയറുന്നതും, അതും രാത്രി ഇരുട്ടിൻ്റെ മറവിൽ അതിനകത്ത് അത് കതവ് തുറന്ന് അതിനകത്ത് കയറി എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ. ആ ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അതിന് വ്യക്തമായി മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കിട്ടണമെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇവനെ പോലുള്ളവനെയൊക്കെ വോട്ട് കൊടുത്ത് വിന്നറാക്കിയവരെ സമ്മതിക്കണം. ജിൻഡോ ഫയർ എന്തൊക്കെയായിരുന്നു. എൻ്റെ വോട്ട് ഒന്നുപോലും ഇയാൾ കൊടുക്കാത്തതിൽ അഭിമാനിക്കുന്നവരുടെ ലൈക്ക്. ഈ പരിപാടി കാണാനുള്ള സഹനശേഷി എനിക്കില്ല. ഈ പോടനാണ് കഴിഞ്ഞ സീസണിലെ വീരൻ. വോട്ട് ചെയ്യുന്ന ചില വിട്ടികളുണ്ട്, അവരെ പറഞ്ഞാൽ മതിയല്ലോ. ഇത് പുള്ളിയുടെ ഗെയിം പ്ലാൻ ആയിരുന്നു. ശരിക്കും ഇപ്പോൾ ബിഗ് ബോസ് ആയി കള്ളന്മാരുടെ ബോസ്. ഈ ബിഗ് ബോസിൽ വരുന്നത് ഏറെയും പല വിധത്തിലുള്ള ഫ്രോഡുകളാണ്. ദ റിയൽ ഏഷ്യാനെറ്റ്. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സീസൺ നടക്കുന്നു. ഈ സീസണിൻ്റെ അകത്ത് കുറച്ചധികം ആരാധകരുള്ളൊരു വ്യക്തി വിജയിച്ചു പോകും. അടുത്ത സീസൺ വരുമ്പോഴേക്ക് കുറച്ചധികം ആരാധകർ ഉള്ള വ്യക്തി ജയിച്ചു പോകും. അതിനുശേഷം ഈ വിന്നറായതിനു ശേഷം ഈ വ്യക്തി വിന്നറായതിനു ശേഷം കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ആ വ്യക്തിയാണ് ഏറ്റവും മോശക്കാരൻ എന്നുള്ള രീതിയിലും ആ വ്യക്തിയെക്കുറിച്ചിട്ട് മൊത്തത്തിൽ അതായിട്ടുള്ള സംഭവങ്ങളൊക്കെ പരക്കും. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, അത് സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയുടെ ഒരു രീതി അങ്ങനെയാണ്. അതിൻ്റെ ഫാൻ ഫൈറ്റും അതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നിലവിൽ നടക്കുന്ന സീസൺ ആണെങ്കിൽ ആ സീസണിൻ്റെ അകത്തൊക്കെ വളരെ കാമായിട്ട് നിന്ന ആൾക്കാരൊക്കെ അതിനകത്ത് പോയിട്ട് ചില പൊട്ടിത്തെറിച്ച് ഒക്കെ പോകുന്നു. ചില പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ചില ആൾക്കാരൊക്കെ തലപൊക്കി നല്ല അടിപൊളിയായിട്ടൊക്കെ കളിച്ച് വരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്തായാലും ലാലേട്ടൻ കഴിഞ്ഞ വീക്കെൻഡ് എവിക്ഷന് വന്നതിന് ശേഷം ഈ എവിക്ഷനും കഴിഞ്ഞു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു 8-10 ദിവസമായിട്ടും BB എന്നുള്ള സംഭവം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്ന ക്ലിപ്പുകളും മറ്റുള്ള കാര്യങ്ങളും വെച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അനിമോളും അതുപോലെ തന്നെ ഷാനവാസും ഒക്കെയാണ് കളിക്കുന്നത്. മറ്റേ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കിളി പോയി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നു. എന്തായിരുന്നാലും നിങ്ങൾ തന്നെ പറയൂ, എന്താണ് നമ്മുടെ ജിൻഡോയുടെ ഈ ഒരു സംഭവത്തിനെ കുറിച്ച്? ഇത് കാണിച്ചിരിക്കുന്ന പച്ച തെണ്ടിത്തരം, അത്രയും സംശയമൊന്നുമില്ല. അതിനുള്ള കേസും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ അകത്തുള്ള നല്ലൊരു കണ്ടസ്റ്റൻ്റ് തോന്നി ആരാണ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്.